ഇന്നലെ മുതൽ ഇന്നലെ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വലിയൊരു സംഭവമാണ്. കേരളത്തെ ഞെട്ടിപ്പിച്ച ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്ന കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിലെ ദുരൂഹത. ഈ ദുരൂഹത മാറ്റാൻ ഇപ്പോൾ പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കേസ് രജിസ്റ്റർ ചെയ്തു, കല്ലറയ്ക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഉടൻ കല്ലറ തുറക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിന് RDOയുടെ അനുമതി വേണം, നിയമപരമായ അനുമതി വേണം. കാരണം നിയമപരമായ ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്ന ഒരു കാര്യമാണ്. 2006-ലും 2015-ലും ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത്. ഇതിനിടയിൽ സിജോസ് കറിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇത് ഒരു പൊതു കല്ലറയാണ്, കുടുംബ കല്ലറയല്ല. അത്തരത്തിൽ മറ്റൊരു മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി ഈ കല്ലറ തുറന്നപ്പോഴാണ് ഇത്തരമൊരു സംശയം ഉയരുകയും മൂന്നാമതൊരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും ചെയ്ത് ഇതിപ്പോൾ അവിടെ സമീപത്ത് കാണാതായ 2020-ൽ കാണാതായ ഒരാളുടെ മൃതദേഹമാണെന്ന സംശയമാണ് ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ സംശയം നിവാരണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് വളരെ കൃത്യമായ അനാസ്ഥയുണ്ട്. ഇങ്ങനെയൊരു സംഗതി വരുമ്പോൾ, സംശയം ഉയരുമ്പോൾ അന്വേഷണം നടത്തേണ്ട സംവിധാനമാണ് പോലീസ്. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ബൈജു അടക്കം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഉണർന്നിരിക്കുന്നത്. കുടുംബത്തിൻ്റെയും പള്ളി വികാരിയുടെയും നാട്ടുകാരുടെയും ഒക്കെ പരാതിയുമുണ്ട്. എപ്പോഴത്തേക്ക് കല്ലറ തുറക്കും ബൈജു? രഞ്ജിത്തെ, ഇന്ന് തന്നെ തുറക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിൽ സാങ്കേതികപരമായ ചില അനുമതികൾ കിട്ടാനുണ്ട്. കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. RDOയുടെ അനുമതി വേണം, അതോടൊപ്പം RDOയുടെ സാന്നിധ്യം കൂടി വേണം. അത്തരം സാങ്കേതിക നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ ഈ കല്ലറ തുറക്കും. അതായത് 10 ദിവസത്തിലേറെയായി ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കല്ലറ, 38-ാം നമ്പർ കല്ലറ, അത് ഇന്ന് തുറന്ന് പരിശോധിക്കും. അതായത് 2 മൃതദേഹങ്ങളാണ് ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കല്ലറയിൽ അടക്കിയിട്ടുള്ളത്. അത് 2006-ൽ ഒരു വയോധികയുടേതാണ്, മറിയ എന്ന് പറയുന്ന. 2015-ൽ ഏറ്റവും ഒടുവിലായി ജെയിംസ്. ഇങ്ങനെ 2 പേരുടെ മൃതദേഹങ്ങളാണ് ഈ കല്ലറയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. മൂന്നാമതൊരു മൃതദേഹം കൂടി ഇതിലുണ്ട് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ആ ഒരു 13-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ 13-ാം തീയതിയാണ് ഇവിടെ മറ്റൊരു മൃതദേഹം അടക്കാൻ 38-ാം നമ്പർ കല്ലറ വിട്ടുകൊടുക്കുന്നത്. ഇത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പൊതു കല്ലറയാണ്, കുടുംബ കല്ലറയല്ല. അവിടെ അങ്ങനെ വിട്ടുകൊടുക്കുന്നു. അവർ അവിടെ എത്തി ഇത് തുറന്നു നോക്കുമ്പോഴാണ് ഇതിൽ ദുരൂഹ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് പായിൽ വലിച്ചു കെട്ടിയ രീതിയിൽ ഒരു മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വസ്തു കാണുന്നത്. പിന്നീട് അത് വലിയ തോതിലുള്ള ചർച്ചയായി, വലിയ തോതിലുള്ള ആശങ്കയായി, ദുരൂഹതയായി തുടർച്ചയായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പോലീസ് വന്ന് പരിശോധിച്ച് അത് കേസ് ക്ലോസ് ചെയ്യുന്നു. ദുരൂഹതയില്ല. അവരുടെ രജിസ്റ്റർ പരിശോധിച്ചതിൽ 2 മൃതദേഹങ്ങൾ അടക്കം ചെയ്തു. ആ 2 മൃതദേഹങ്ങളാണെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും പള്ളി വികാരിയും ഇടവക അംഗങ്ങളും പള്ളി കമ്മിറ്റിയും ഒക്കെ വലിയ തോതിൽ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫാദർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു സംഭവം, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എനിക്കിവിടെ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലും പോലീസ് അനങ്ങിയില്ല. ഏറ്റവും ഒടുവിലായി ന്യൂസ് 18 പുറത്തുവിടുന്ന ആ വാർത്ത കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ന്യൂസ് 18 സിജോസ് കറിയ എന്ന് പറയുന്ന കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇയാൾ ഇവിടെ വിവാഹം കഴിഞ്ഞെത്തിയതാണ്. വാണിയപ്പാറയിൽ വിവാഹം കഴിഞ്ഞെത്തിയതാണ്. ഇദ്ദേഹം സ്വന്തം വീട്ടിൽ പിണങ്ങി കുറെ വർഷം അവരുടെ ബന്ധമുണ്ടായിരുന്നില്ല. ഇയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ നൽകുന്നത്. ഇതേ തുടർന്ന് ഇവരുടെ ബന്ധുക്കൾ രംഗത്തെത്തുന്നു. അവർ DGPക്ക് പരാതി നൽകുന്നു, ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുന്നു. അങ്ങനെ പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് 2 ജില്ലകളിലെ റൂറൽ SP-മാർക്കാണ് ചുമതല. വലിയ സന്നാഹത്തോടുകൂടി ഈ കല്ലറ തുറന്ന് ആ പ്ലാസ്റ്റിക് പായൽ ഉള്ളത് എന്താണ് അത് തുറന്ന് പരിശോധിക്കും. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനം. അതിൽ മൃതദേഹമാണെങ്കിൽ അത് ആരുടെ മൃതദേഹം, അത് എങ്ങനെ അവിടെ എത്തി, ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. DNA പരിശോധന നടത്തേണ്ടി വരും. ഏതായാലും മൃതദേഹമാണെന്ന് ഇപ്പോൾ പോലീസും സംശയിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പോലീസ് നൽകിയ ബൈറ്റിൽ അത് പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതൊരു മൃതദേഹമാണോ എന്ന് സംശയമുണ്ട്. തുടക്കത്തിൽ മൃതദേഹമല്ല എന്ന് പറഞ്ഞ്, ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ കരിക്കോട്ടകരി ധൃതി കാണിച്ച ഒരു കേസാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ചുരുളഴിയാൻ പോകുന്നത്. എന്തായാലും ഇടവക അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെ മാനസികമായും വലിയ തോതിൽ നാടിനെ മുഴുവൻ പറയിക്കുന്ന രീതിയിൽ ഈ ഒരു സംഭവം മാറി. അതിന് വലിയൊരു ഉത്തരവാദി പോലീസ് തന്നെയാണ്. കാരണം ഇത് തുടക്കത്തിൽ തന്നെ പരാതി നൽകിയ ഒരു കേസാണ്. പക്ഷേ പോലീസ് അനങ്ങിയില്ല. പോലീസ് പ്രാഥമികമായ രേഖകൾ മാത്രം പരിശോധിച്ച് ഇത് 2 മൃതദേഹങ്ങളാണെന്ന് സ്ഥിരീകരിച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് സിജോയുടെ തിരോധാനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. 2014-ൽ ഇയാൾ ഇവിടെ വരുന്നു. 2020-21 കാലഘട്ടങ്ങളിൽ വീട്ടുകാർ ഇയാളെ പറ്റി വിവരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ പരാതി നൽകുന്നു. പക്ഷേ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സിജോ എവിടെ
എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ സാധിച്ചില്ല. കേസ് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിനാണ് ഇങ്ങനൊരു വഴിത്തിരിവുണ്ടായത്. ഏതായാലും സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട തുമ്പ്, ആ കേസിൽ തുമ്പുണ്ടാകുമോ, ഈ കല്ലറയിൽ അകത്തുള്ള വസ്തു അതെന്താണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാട് ഒന്നാകെ, വാണിയംപാറ എന്ന് പറയുന്ന നാടൊന്നാകെ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു നാട്, സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ, ആ കല്ലറയിൽ കണ്ട വസ്തു ഇതേ തുടർന്ന് വലിയ തോതിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഈ ആ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, പ്ലാസ്റ്റിക് പായയിൽ അങ്ങേയറ്റം ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു വലിയ പഴക്കമൊന്നുമില്ല, ഒരു 4-5 വലിയ വെല്ലുവിളിയാണ്. മറ്റൊരു മൃതദേഹമാണെങ്കിൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇത്ര വർഷമായി ഈ സംഗതി നടന്നിട്ട്. അന്ന് തന്നെ ഈ കൊലപാതകം നടന്നിട്ട് കാണാതായ സമയത്ത് തന്നെ ഒരുപക്ഷെ കൊലപാതകം നടന്നിരിക്കണം അതിനാണ് സാധ്യതയുള്ളത്. ആ സമയത്ത് തന്നെ കല്ലറയിലേക്ക് ഈ മൃതദേഹം എത്തിച്ചിട്ടുണ്ടാകും. അതിനിപ്പോൾ ഒരാളായിരിക്കില്ല, നിരവധി ആളുകളുടെ സഹായം വേണം. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കേസ് കൂടിയായി ഇത് മാറുകയാണ്. ഒരുപാട് തലങ്ങളിലുള്ള അന്വേഷണം കൂടി വേണ്ടിവരും ബൈജു. തീർച്ചയായും ഒരു സംശയമില്ല രഞ്ജിത്ത്. കാരണം ഇതിൽ DNA പരിശോധന, ആദ്യമായി ഇതിൽ മൃതദേഹമാണെങ്കിൽ DNA പരിശോധന നടത്തണം. ആ DNA പരിശോധന ഈ സിജോയുടെ നേരത്തെ തന്നെ കുടുംബാംഗങ്ങളുടെ DNA ടെസ്റ്റിനായി ഇത്തരം വസ്തുക്കൾ ശേഖരിച്ച് വെച്ചിരുന്നു. അതുമായി ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. അങ്ങനെ സിജോ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തരത്തിൽ സിജോനെ ഇങ്ങനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് തുടങ്ങിയ അന്വേഷണം ഒക്കെ നടക്കേണ്ടി വരും. ഇതിൽ ഇവരുടെ സഹോദരി ബിനോയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ. ഇദ്ദേഹത്തെ നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. എനിക്കും ഈ ഒരു സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ബിനോയ് എന്ന് പറയുന്ന ഈ മനുഷ്യനുമുണ്ട്. ഇദ്ദേഹത്തെ പോലീസ് നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. ഇന്നലെയാണ് വലിയ തോതിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതും പള്ളി വികാരിയുമായി ചർച്ച നടത്തുന്നതും. ഇന്നലെയാണ് ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ഓർക്കണം. കാരണം 11 ദിവസത്തിലധികമായി ഈ ഒരു സംഭവം നടന്നിട്ട് പോലീസ് പലതവണ ഇവിടെ എത്തി പരിശോധന നടത്തിയാണ്. പക്ഷേ വലിയ തോതിൽ ഒരു സമ്മർദ്ദമുണ്ടായി, നിരന്തരം വാർത്തകൾ വരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അത്രത്തോളം കാലതാമസമുണ്ടായി. ഇത് പള്ളി സ്വാഭാവികമായും ആവശ്യപ്പെട്ടത് ഈ പ്ലാസ്റ്റിക് തുറന്ന് ഇതിലൊരു പരിശോധന നടത്തണമെന്ന്. പക്ഷേ അതിന് പോലീസ് തയ്യാറായില്ല എന്നാണ് ഏറ്റവും പ്രധാനം. വളരെ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് വരട്ടെ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.